പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പേരാണ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരം കൊണ്ട് നേടാമെന്ന് ചിന്തിക്കുന്നില്ലേ? എൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, എൻ്റെ സമ്പത്ത് ഉപയോഗിച്ച്, മറ്റുള്ളവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ ലോകത്തിലുള്ള ഏത് കാര്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ആ ചിന്തയ്ക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ദൈവത്തെ കൂടാതെ നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടാൻ ശ്രമിച്ചാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് എത്രത്തോളം നമ്മൾ ഉയർന്നാലും അത് ഉയർന്നതുപോലെ തന്നെ താഴേക്ക് വീഴും. പ്രിയമുള്ളവരെ, ദൈവം എന്ന് പറയുന്നത് ഒരു മുന്തിരിച്ചെടിയാണ്. നമ്മൾ അതിലെ ഓരോ ശാഖകളുമാണ്. എന്നാൽ ആ മുന്തിരിച്ചെടിയോടുകൂടെ മനുഷ്യരാകുന്ന ശാഖകൾ നമ്മൾ ചേർന്ന് നിൽക്കണം. ആ മുന്തിരിച്ചെടിയിൽ നിന്ന് ആ ശാഖ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ ശാഖയുടെ അവസ്ഥ എന്തായി മാറും? അത് ജീവനില്ലാത്തതായി മാറും. പ്രിയമുള്ളവരെ, ദൈവമാകുന്ന മുന്തിരിച്ചെടിയോടുകൂടെ ശാഖകളായ നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം. നമ്മളുടെ ജീവിതം എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. നമ്മുടെ ഉള്ളിൽ എപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്ത വേണം. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജീവനില്ലാത്തതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോലും ജീവനില്ലാത്തതായി മാറും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് നമ്മളെ വിവേചിച്ചറിയാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ജീവനില്ലാതായി മാറുന്നത്, നമ്മൾ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കും. ഒരിക്കലും സമ്മതിക്കില്ല. തെറ്റേത് ശരിയേതെന്ന് പോലും നമുക്ക് ബോധ്യമില്ലാതായി മാറും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ ഉയർച്ച വേണമെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിക്കാതെ സാധിക്കില്ല. ദൈവത്തെ മാറ്റി നിർത്തി നമ്മൾ എത്രത്തോളം വലിയ ഉയരങ്ങളിൽ എത്തിയാൽ പോലും അതുപോലെ താഴെ വീഴും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ കടന്നു വരണമേ. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അവിടെ നിന്നെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ലൈഫിൽ സക്സസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഉയർച്ച വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മുന്തിരിച്ചെടിയാകുന്ന ദൈവത്തോടുകൂടെ ശാഖകളായ നമ്മൾ ചേർന്ന് നിൽക്കണം.